ലിസ്റ്റിൻ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷൻ തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം, ഇതിനെങ്ങനെ ഇതിനെ റീച്ച് വരുത്തും, എങ്ങനെ ഇതിനെ എത്തിക്കാം, മാർക്കറ്റിംഗ് സിംഹം. അങ്ങനെ ഒരു കള്ളക്കഥ നിലയാണ് പുള്ളി. അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ഇതിന് മുന്നേ ഉള്ള ഒരു മീറ്റില്, മീഡിയന്റെ മീറ്റില്, ലോഞ്ച് ട്രെയിലർ ടീസർ ലോഞ്ചിൽ അല്ലെ, മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു കമന്റ്, ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊളുത്തിയിട്ടുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഹൈദർ അലി അല്ലെ, അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു. കാരണം എടാ നിന്നെ ഉദ്ദേശിച്ചാണ്. കാരണം മാലപ്പടക്കം തിരികൊളുത്തി, സ്വാഭാവികമായിട്ട് പടക്കം മാല. ശരി, അങ്ങനെ ഞാൻ ഭയന്നു, ഞാൻ പേടിച്ചു. ഹൈദരലി വിളിക്കൂ, എന്നെത്ര അവിടെ വിളിച്ചു രാത്രി 4 ഞാൻ തുരുതുരാ വിളി. ഞാൻ പറഞ്ഞു എന്റെ ഹൈദർക്ക അതൊരിക്കലും അങ്ങനെ അവൻ പറയില്ല. അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല, ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം, അത് തോണാവാത്ത ലാപ്ടോപ്പ്, അതിന് ഡിസ്പ്ലേ ലൈറ്റൊന്നും ഇല്ല, വർക്കാവാത്തൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് പേന വെച്ചിരിക്കുക. ഞാനിത് സ്റ്റോറി ചെയ്ത് തുടങ്ങി, ഞാൻ അത്ര ഇതാന്ന് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം, അല്ലെങ്കിൽ ഞാൻ ആളിന്ന് രാവിലെ തന്നെ വിളിച്ചു, ആളി എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രശ്നമില്ല കേട്ടോ, കഴിഞ്ഞല്ലോ.